ഡയറക്ടർ, എൻ്റെ പ്രിയ സുഹൃത്ത്, പ്രിയപ്പെട്ട സത്യം മാഷ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ജയകൃഷ്ണൻ സാറ്, സീനിയർ റിസർച്ച് ഓഫീസർ ശ്രീമതി സ്മിത, പ്രിയപ്പെട്ട റാഫി ഉൾപ്പെടെയുള്ള ശ്രീല ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഇവിടുത്തെ ജീവനക്കാർ, ഇന്റേൺഷിപ്പിനായിട്ട് കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നല്ലൊരു പുസ്തക ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സത്യം പറഞ്ഞാൽ ഒരു തീച്ചുളയിൽ നിൽക്കുന്ന പോലെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാനല്ല, നമ്മളെല്ലാവരും അതികഠിനമായ ചൂടിൽ എന്ത് പുസ്തക ദിനമെന്നായിരിക്കും കുട്ടികൾ വിചാരിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ കുട്ടികളോടാണ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നമ്മിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും പുസ്തകമില്ലാതിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഇവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ്. ഞാനും നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. ഞങ്ങളുടെ ഓറിയൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി എന്ന കേരള സർവകലാശാലയുടെ ഏറ്റവും അഭിമാന സ്ഥാപനമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അവിടെ നിങ്ങളെപ്പോലെയുള്ള 30-ഓളം വിദ്യാർത്ഥികൾ FIUGP വിദ്യാർത്ഥികൾ അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്കിവിടെ നിന്ന് കിട്ടുന്ന ഓരോ സ്ഥാപനവും നിങ്ങൾക്ക് തരുന്നത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും പരിശീലനങ്ങളുമായിരിക്കും. ഇവിടെ കിട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിശീലനമാണ് ആ സ്ഥാപനത്തിൽ നിന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. പക്ഷെ അതെല്ലാം നിങ്ങൾ നാളിതുവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ കലാലയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അറിവും പരിശീലനവുമായിരിക്കും ഈ ഓരോ സ്ഥാപനങ്ങളും നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജയകൃഷ്ണൻ സാറ് പറഞ്ഞു എന്തൊക്കെയാണ് ക്ലാസ്സുകൾ ഇതുവരെ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ സാർ അവിടെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഇന്റേൺഷിപ്പിനായിട്ട് ചെലവഴിക്കുന്ന ഇത്രയും ദിവസവും എന്നുള്ള കാര്യം ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മളെ ഇരിക്കുന്ന ഈ ഹാള് NV കൃഷ്ണവാര്യരെ സ്മരിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഹാളാണ്. ആരാണ് NV കൃഷ്ണവാര്യർ എന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ മലയാളം പഠിക്കുന്ന കുട്ടികളുണ്ടോ? മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിച്ചു വരുന്നുണ്ട് അല്ലേ? പല വിഷയങ്ങളിൽ നിന്ന് വന്നവരായിരിക്കും. ഇംഗ്ലീഷും മലയാളം. അപ്പോൾ മലയാളം വിദ്യാർത്ഥികൾ എന്തായാലും NV കൃഷ്ണവാര്യർ എന്ന പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ സ്ഥാപനവും അദ്ദേഹം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയോ? ഇത്രയും ദിവസം കൊണ്ട് എന്തായാലും അത് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല അല്ലേ? NV കൃഷ്ണവാര്യരും ഈ സ്ഥാപനം തമ്മിലുള്ള ബന്ധം അറിയോ നിങ്ങൾക്ക്? ഈ സ്ഥാപനം തമ്മിലുള്ള ബന്ധമല്ല, അല്ലാതെ NV കൃഷ്ണവാര്യരെ കുറിച്ച് അറിയോ? നിങ്ങൾ മലയാളക്കാർ പഠിക്കുന്ന ഏതെങ്കിലും കവിതകളിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ? എലികൾ എന്നുള്ള കവിത പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആഫ്രിക്ക ഉണ്ടോ? അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഈ ഹാളിന് NV കൃഷ്ണവാര്യരുടെ പേര് ഈ ഹാളിന് ഇട്ടു എന്ന് ചോദിച്ചാൽ, ഈ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടറാണ് അദ്ദേഹം. മനസ്സിലായില്ലേ? മലയാളിയുടെ വായനാ സംസ്കാരത്തെ, സാഹിത്യ അഭിരുചിയെ, വൈജ്ഞാനിക സംസ്കാരത്തെ, ഭാവനയെ, ചിന്തയെ ഒക്കെ എത്രയോ വർഷങ്ങളായിട്ട് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം. അക്കാദമിക തലത്തിലായാലും ആസ്വാദന തലത്തിലായാലും വായനയിൽ ഏറ്റവും അധികം മാറ്റമുണ്ടാക്കുകയും വായനയോട് മലയാളിയെ ചേർത്ത് നിർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പവിത്രവും ഏറ്റവും പാവനവുമായിട്ടുള്ള ജോലിയാണ് ഇവിടുത്തെ ജീവനക്കാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ പ്രിയപ്പെട്ട എത്രയോ ഡയറക്ടർമാർ ഇതിനെ ചുക്കാൻ പിടിച്ചു. NV കൃഷ്ണവാര്യർക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട സത്യൻ മാഷ് വന്നതിന് ശേഷം ഒരുപാട് പ്രോഗ്രാമുകളും മാറ്റങ്ങളും ഒക്കെ ഈ സ്ഥാപനത്തിന് അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ NV കൃഷ്ണവാര്യർ എന്നുള്ളവർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുരസ്കാരവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2010 അത് കിട്ടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങനെ ഹൃദയം നൊന്തിയിടുകയാണ്, അങ്ങനെ കയ്യുകൾ നൊന്തിയിടുകയാണ്. എങ്ങോ മർദ്ദനം അവിടെ എവിടെ പ്രഹരം അത് ഏൽക്കുന്നത് എൻ്റെ പുറത്താകുന്നു എന്ന് പറഞ്ഞ പാടിയ കവി. എവിടെയാണ് മനുഷ്യൻ്റെ കൈകളിൽ ചങ്ങല? അവിടെ നൊന്തിയിടുന്നത് എൻ്റെ കൈകളാണ്. എവിടെയാണ് മനുഷ്യന് പ്രഹരമേൽക്കുന്നത്, മർദ്ദനമേൽക്കുന്നത്, അതിൻ്റെ വേദന അനുഭവിക്കുന്നത് ഞാൻ കൂടിയാണ് എന്ന് പറഞ്ഞ കവിയാണ് NV കൃഷ്ണവാര്യർ. ബഹുഭാഷാ പണ്ഡിതനും എഴുത്തുകാരനും പത്രപ്രവർത്തകനും അധ്യാപകനും ഒക്കെയായ ആ നിലകളിൽ സേവനം അനുഷ്ഠിച്ച അദ്ദേഹം പ്രവർത്തിച്ച ഈ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്മരിക്കുന്നത് ഏറ്റവും അഭിലഷണീയമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മഹാനായ ആ വ്യക്തിയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ലോക പുസ്തക ദിനത്തെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാനൊരു ബുക്കിൽ കുറച്ച് വരികളൊന്ന് കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഏറ്റവും പ്രസക്തമെന്ന് തോന്നിയ വരികളാണ്. നിങ്ങൾക്കത് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ബാക്കിയുള്ളവർ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അതായത് NV കൃഷ്ണവാര്യരുടെ പുസ്തകങ്ങൾ എന്ന കവിത കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പുസ്തകങ്ങൾ എന്ന കവിത. അപ്പോൾ ഞാനത് എന്തിനു വേണ്ടിയാണ് പുസ്തകം വായിക്കുന്നത്, എന്താണ് പുസ്തകങ്ങളിൽ ഉള്ളത് എന്നതിൻ്റെ കൃത്യമായ ഉത്തരം ആ ഒരു ചെറിയ കവിതയിൽ ഉണ്ട്. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ പുസ്തകങ്ങൾ എന്ന കവിത അടിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് കിട്ടും. പല രീതിയിൽ വളരെ ഭംഗിയായിട്ട് ആലാപനം ചെയ്തിരിക്കുന്ന ആ ഒരു കവിത നിങ്ങൾക്ക് കിട്ടും. പുസ്തകങ്ങൾ എന്നാണ് കവിതയുടെ പേര്. എനിക്ക് ആലപിക്കാനൊന്നും അറിയില്ല, ഞാനൊന്ന് പറയാം. ഓക്കെ. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്? പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്? പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്, പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്? പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്. നമ്മളെപ്പോൾ ഒരുത്തനീ മണ്ണിൻ ബന്ധനം വിട്ടുയർന്നതാം കാര്യം, വെന്തെരിയുന്ന റോക്കറ്റിലേറി ചന്ദ്രനിൽ ചെന്നിറങ്ങിയ കാര്യം, ചാടി ഓടി കളിച്ചു കൂത്താടി ചന്ദ്രപ്പാറ പെറുക്കിയ കാര്യം, വാഹനമേറി വീണ്ടുമിങ്ങെത്തി വാരിധിയിലിറങ്ങിയ കാര്യം, ദൂരദർശന പെട്ടിയിൽ നാട്ടാർ ധീരത ഇതു കണ്ടതാം കാര്യം. പുസ്തകങ്ങളിൽ ഇമ്മട്ടിലെത്ര വിസ്മയങ്ങൾ നിറഞ്ഞിരിക്കുന്നു. പുസ്തകങ്ങളിൽ ഇമ്മട്ടിലെത്ര വിസ്മയങ്ങൾ നിറഞ്ഞിരിക്കുന്നു. പുസ്തകങ്ങളിൽ പിന്നെ എന്തുണ്ട്? പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്. രാജപുത്രൻ കരബലത്താലെ രാജപുത്രിയെ വേട്ടതാം കാര്യം. എന്താണ് സന്ദർഭം എന്നറിയാമല്ലോ അല്ലേ? നമ്മുടെ ഇതിഹാസങ്ങളെ കുറിച്ചാണ് പരാമർശം, പ്രത്യേകിച്ച് രാമായണത്തെ കുറിച്ച്. രാജപുത്രൻ കരബലത്താലെ രാജപുത്രിയെ വേട്ടതാം കാര്യം. രണ്ടാം അമ്മതൻ വേഷണി മൂലം രണ്ടുപേരും വനം ചേർന്ന കാര്യം. ദുഷ്ടരാക്ഷസൻ സുന്ദരിയാളെ കോട്ടയിൽ പൂട്ടിയ കാര്യം. കാനനങ്ങളിൽ രാജകുമാരൻ കാന്തയെ തേടി ക്ലേശിച്ച കാര്യം. ശത്രുവെ ചെന്ന് നേരിട്ട് കൊന്നു പത്നിയെ വീണ്ടെടുത്തതാം കാര്യം. പുസ്തകങ്ങളിൽ ആനന്ദമേറും എത്ര കഥകളുണ്ടെന്നോ. പുസ്തകങ്ങളിൽ ആനന്ദമേറും എത്ര കഥകളുണ്ടെന്നോ. പുസ്തകങ്ങളിൽ വേറെ എന്തുണ്ട്? പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്. ആദിമാബ്ധി ജലത്തിൽ അന്നെന്നോ ജീവബിന്ദു നുരഞ്ഞതാം കാര്യം. ജീവബിന്ദു നുരഞ്ഞതാം കാര്യം. പരിണാമത്തെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് അനേകമായി സൂക്ഷ്മം മഹത്തായി പിന്നെ ജീവൻ വളർന്നതാം കാര്യം. സൃഷ്ടമാം പരിണാമ സോപാന തട്ടിൽ മേൽപോട്ടതേറിയ കാര്യം. മർത്യനിൽ സ്വയം ബോധത്തെ നേടി സൃഷ്ടി സാഫല്യമാർന്നതാം കാര്യം. ജ്ഞാനപൂർത്തിയിൽ ജീവിത സത്യം മാനവർ കാണുമെന്നുള്ള കാര്യം. പുസ്തകങ്ങളിൽ സഞ്ചിതമത്രേ മർത്യവിജ്ഞാന സാര സർവസ്വം. പുസ്തകങ്ങളിൽ സഞ്ചിതമത്രേ മർത്യവിജ്ഞാന സാര സർവസ്വം. എന്നാലോചിച്ച് നോക്കൂ, പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതിലപ്പുറം എന്താണ് പറയാനുള്ളത് അല്ലേ? പുസ്തകത്തിൽ നമ്മൾ മഹാഭാരതത്തെ കുറിച്ച് പറയും. എന്താ മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും
പ്രപഞ്ചത്തിലില്ല, ലോകത്തിലില്ല എന്ന് പറയും. പുസ്തകങ്ങൾ ഇല്ലാത്തതൊന്നും ലോകത്തിൽ ഇല്ല, പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പുസ്തകത്തിന്റെ പ്രാധാന്യത്തിലേക്ക് കടക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ വരുന്നത് ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ്. കേരള സർവകലാശാലയുടെ 44 ഡിപ്പാർട്ട്മെന്റുകളിൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകമായ ചില ധർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏതാണ് ഹസ്തലിഖിത ഗ്രന്ഥശാല എന്ന് അറിയപ്പെടുന്ന ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി എന്ന സ്ഥാപനം. അവിടെ നിന്ന് എന്തിന് തുടങ്ങുന്നു, അതിനെക്കുറിച്ച് എന്തിനാണ് ഞാൻ പരാമർശിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. നമ്മുടെ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ അതിന് സമാന്തരമായിട്ട് വരുന്ന ഒന്നാണ് എന്ത്? വായന, അല്ലേ? വായനയെക്കുറിച്ച് പറയുമ്പോൾ പുസ്തകങ്ങളെക്കുറിച്ചും, പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ വായനയെക്കുറിച്ചും പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത് രണ്ടും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് വായനയുടെ ഒരു ചരിത്രവും പുസ്തകത്തിന്റെ ഒരു ചരിത്രവും തമ്മിൽ വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞത്. നമുക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കയ്യെഴുത്തു ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന രാജ്യം. ഇന്ത്യയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കയ്യെഴുത്തു രേഖകൾ ഉള്ളത്, കയ്യെഴുത്തു ഗ്രന്ഥങ്ങൾ ഉള്ളത്. നിങ്ങൾ ആരെങ്കിലും താളിയോലകൾ കണ്ടിട്ടുണ്ടോ? താളിയോലകൾ? കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഡോക്യുമെന്ററികളിലോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോ എന്താണ് ഈ താളിയോലയുടെ പ്രാധാന്യം? അതിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? ഈ താളിയോലയോട് ചേർത്ത് പറയാവുന്ന മറ്റെന്തെങ്കിലും പ്രാചീന എഴുത്തു രേഖകൾ നിങ്ങൾ വേറെന്തെങ്കിലും അറിയാമോ നിങ്ങൾക്ക്? കോപ്പർ പ്ലേറ്റ്, പിന്നെ ശിലകൾ, അല്ലേ? ശിലകളിൽ രേഖപ്പെടുത്തിയതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ, ശാസനങ്ങൾ എന്നൊക്കെ, അല്ലേ? അപ്പോൾ ശാസനങ്ങൾ, കോപ്പർ പ്ലേറ്റ്, താളിയോലകൾ, അതുപോലെ കൈകൊണ്ട് നിർമ്മിച്ച കടലാസുകൾ. നമ്മുടെ അല്ലാതുള്ള കടലാസുകൾ വരും, കമ്പനി പേപ്പറുകൾ വരുന്നതിന് മുമ്പ് എന്തുണ്ടായിരുന്നു? കൈകൊണ്ട് നിർമ്മിച്ച പേപ്പറുകൾ ഉണ്ടായിരുന്നു, അല്ലേ? ഇങ്ങനെ അനേകം എഴുത്ത് ഉപകരണങ്ങളും എഴുത്ത് സാമഗ്രികളും, അതിലൊക്കെ താളിയോലയിൽ എഴുതിയിരുന്ന ആ വസ്തുവിൽ പറയുന്ന പേരെന്താണ്? കണ്ടിട്ടുണ്ടോ? അത് എന്താണത്? നാരായം, അല്ലേ? നാരായം. സ്റ്റൈലസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പച്ചിരുമ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൂർത്ത മുനയുള്ള ഒരു ഉപകരണമാണ് എന്ത്? നാരായം എന്ന് പറയുന്നത്, സ്റ്റൈലസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനാണ് ഇതിനെ പറ്റി പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് വേണം? കടമനിട്ട കുറത്തിയിൽ എഴുതിയതുപോലെ എന്താ? നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്, നമ്മൾ ഓർക്കുക നമ്മൾ എങ്ങനെ നമ്മളായെന്ന് എന്ന് പറയാൻ വേണ്ടിയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെ നമ്മളായി എന്ന് പറയുമ്പോൾ നമ്മൾ എവിടേക്കാണ് നോക്കേണ്ടത്? ഭൂതകാലത്തിലേക്കാണ് നോക്കേണ്ടത്, അല്ലേ? നമ്മുടെ പിന്നിലേക്കാണ് നോക്കേണ്ടത്. ചരിത്രത്തെയും ഭൂതകാലത്തെയും മറന്നുകൊണ്ട് ഒരു വർത്തമാനകാലത്തെയോ ഭാവിയെയോ സൃഷ്ടിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. കാരണം എന്താ? മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. നിങ്ങൾ ജന്തുക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ചരിത്രത്തിന്റെ ഏതോ ഒരു ദശാസന്ധിയിൽ മനുഷ്യനും മൃഗങ്ങളും ഒരുപോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അല്ലേ? ഇന്ന് മൃഗങ്ങൾ തുടങ്ങിയിടത്ത് തന്നെയല്ലേ നിൽക്കുന്നത്? പുറപ്പെട്ടിടത്ത് തന്നെയല്ലേ അവർ നിൽക്കുന്നത്, അല്ലേ? നായ്ക്കൾ കുരയ്ക്കുന്നതും പൂച്ച കരയുന്നതും ആന ശബ്ദം ഉണ്ടാക്കുന്നതും പക്ഷികൾ ചിലയ്ക്കുന്നതും എല്ലാം ഒരുപോലെ തന്നെയല്ലേ? മനുഷ്യനോ ആദിമ മനുഷ്യൻ പുറപ്പെടുവിച്ചിരുന്ന ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ശബ്ദമുണ്ടാക്കാനുള്ള കഴിവുണ്ട്, അല്ലേ? എങ്ങനെയാണ് ഭാഷ ഉണ്ടായത്? ഭാഷ ഏതിൽ നിന്നാണ് ഉണ്ടായത്? എവിടുന്നാണ് ഭാഷ ഉണ്ടായത്? അല്ലെങ്കിൽ ശബ്ദം എവിടുന്നാണ് ഉണ്ടാകുന്നത്? ഭാഷ എവിടെ നിൽക്കട്ടെ, ശബ്ദം എവിടുന്നാണ് ഉണ്ടാകുന്നത്? ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസം. ഒരു ടീച്ചറായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശബ്ദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മ, ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസമാണ്.
ശ്വാസോച്ഛ്വാസം നിർവഹിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ശബ്ദമുണ്ട്. ആ ശബ്ദത്തെ ഭാഷയാക്കി മാറ്റാനുള്ള കഴിവ് ആർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? മനുഷ്യന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? ഈ ലോകത്ത് എവിടെയും, ലോകത്തിന്റെ ഏത് കോണിലും മൃഗങ്ങൾ ശബ്ദമുണ്ടാക്കുന്നതും പക്ഷികൾ ചിലയ്ക്കുന്നതും ഒക്കെ അന്നും ഇന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ്. എന്നാൽ മനുഷ്യൻ പുറപ്പെടുവിച്ച ശബ്ദത്തിന് ഈ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലേ? ആ ശബ്ദം എന്തായി മാറി? ഭാഷയായി മാറി. വാമൊഴിയിലൂടെയുള്ള ഭാഷയായി മാറി. ആ വാമൊഴി പിന്നെ എന്തായി മാറി? എഴുത്തായി മാറി, അല്ലേ? എഴുത്തായി മാറി. ഈ എഴുത്താണ് മാനവ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. എന്താണ്? എഴുത്താണ്. അതിലൊരു സംശയമില്ല. മനസ്സിലായില്ലേ? ഒരു പക്ഷേ മനുഷ്യനെ ആധുനികീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്താണെന്ന് ചോദിച്ചാൽ അത് എന്താണ്? എഴുത്താണ്. എന്താണ് എഴുത്ത് മനുഷ്യന്റെ ജീവിതത്തിൽ, മനുഷ്യന്റെ വ്യക്തിപരവും സാമൂഹികവുമായിട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എഴുത്ത് വരുത്തിയിട്ടുള്ളത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എഴുത്ത് വരുത്തിയ ഒരു മാറ്റം എന്തൊക്കെയാണ്? കുട്ടികൾ എന്താണ് ഭയങ്കരമായിട്ട് ചിരിക്കുന്നത്? എന്താണ് എഴുത്ത്? എന്താണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ ഒരു മാറ്റം? എന്തൊക്കെയായിരിക്കും മാറ്റം? എഴുതി വച്ചിരിക്കുന്ന രേഖകളുടെ പ്രത്യേകത എന്താ? എന്താണ്? വാമൊഴിയിലൂടെ പ്രചരിച്ചതും അവയെല്ലാം സമാഹരിച്ച് എഴുതി തുടങ്ങിയപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ആധികാരികത വന്നു, അല്ലേ? എഴുത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ആധികാരികതയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതായത് ഉച്ചരിത ശബ്ദങ്ങൾക്ക് ലിപികൾ ഉണ്ടാവുകയും ആ ലിപികൾ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തതോടുകൂടി മനുഷ്യന്റെ ജീവിതം എന്തായി മാറി? ആധികാരികമായി മാറി. എന്ന് പറഞ്ഞാൽ ആധികാരികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗൗരവ സ്വഭാവമുള്ളത്, അല്ലേ? ഒരു ഗൗരവ സ്വഭാവം മനുഷ്യന്റെ ജീവിതത്തിന് കൈവന്നു. ഒപ്പം തന്നെ വിജ്ഞാനവും സാഹിത്യവും വിനോദവും കലകളും ഒക്കെ രേഖപ്പെടുത്തി വെക്കാനും അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാകാനും ആ സംസ്കാരം ഭാഷയിലൂടെ അടുത്ത തലമുറകളിലേക്ക് വ്യാപരിക്കാനും അത് കാരണം. ഞാൻ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ നിന്നാണ് തുടങ്ങിയത്. ഈ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന രേഖകൾ, അതായത് ഏതാണ്ട് 70,000-ഓളം മാനുസ്ക്രിപ്റ്റുകൾ, കൈയെഴുത്ത് രേഖകൾ അവിടെ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. അതിൽ 80% താളിയോലകളാണ്. ബാക്കിയുള്ളവ ഈ പറഞ്ഞ പോലെയുള്ള കോപ്പർ പ്ലേറ്റുകളും അതുപോലെ കൈകൊണ്ട് നിർമ്മിച്ച കടലാസുകളും മറ്റ് എഴുത്ത് സാമഗ്രികളിൽ എഴുതിയിട്ടുള്ളതുമാണ്. എന്തിനു വേണ്ടിയാണ് ഇവ സംരക്ഷിക്കുന്നത്? ഇവ എന്താണ്? നമ്മുടെ ഹെറിറ്റേജിന്റെ ഭാഗമാണ്. എന്താ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ? എന്താ? പൈതൃകം എന്ന് നമുക്കറിയാം. എന്താ പൈതൃകത്തിന്റെ സ്വഭാവം? എന്താ? നമ്മുടെ എനർജിയുടെ കാര്യം പറയില്ലേ? എനർജി neither created nor destroyed എന്നൊക്കെ പറയില്ലേ നമ്മള്, അല്ലേ? അതുപോലെയാണ് പൈതൃകത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിർമ്മിക്കാൻ പറ്റില്ല. നിർമ്മിക്കാൻ കഴിയാത്ത ഒന്നിനെയും എന്ത് ചെയ്യാൻ കഴിയില്ല? എന്ത് ചെയ്യാൻ നമുക്ക് അവകാശമില്ല? നശിപ്പിക്കാനും അവകാശമില്ല. ഇപ്പോ ഞാൻ പറയാം, രാമായണം കിളിപ്പാട്ടിന്റെയും മഹാഭാരതം കിളിപ്പാട്ടിന്റെയും ഒക്കെ 500-ൽ പരം താളിയോലകൾ അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? 500-ലധികം. ഇതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്ഥാപനം മാത്രമാണ്. ഇതുപോലെ ഇന്ത്യയുടെ നാനാ ദേശങ്ങളിൽ, നാനാ ഭാഗങ്ങളിൽ ഇതുപോലുള്ള കൈയെഴുത്ത് രേഖകൾ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇപ്പോൾ ഒരു പുസ്തകം, ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകം, ഈ പുസ്തകത്തിന് ഒരു കോപ്പി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. നഷ്ടപ്പെട്ടാലും നമ്മൾ അത്ര വലിയൊരു കാര്യമാക്കില്ല. അതിന്റെ കാരണം എന്താ? നമുക്കത് നിർമ്മിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. എത്ര കോപ്പികൾ വേണമെങ്കിലും നിർമ്മിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഒരു പഴയ കൈയെഴുത്ത് രേഖ, അത് 100 ആകട്ടെ 1000 ആകട്ടെ, അതിൽ നിന്ന് ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? അത് ഉണ്ടായ ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഭാഷ, റൈറ്റിംഗ് സ്റ്റൈല്, അതിൻ്റെ കൾച്ചർ, ആ എഴുതിയത് ആരാണോ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ. വ്യക്തിപരമായ താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ അയാൾ എഴുതുന്ന ആ ഒരു സമയത്തുള്ള അയാളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ, ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള അയാളുടെ എഴുത്തിന്റെ രീതി തുടങ്ങിയിട്ടുള്ളതെല്ലാം നമുക്ക് നഷ്ടമാവുകയാണ്. അതൊരിക്കലും നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെർബൽ മോണുമെന്റ്സ്, വെർബൽ ഹെറിറ്റേജ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്.
അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്നത് പോലെയുള്ള ശിലകളിലും അതുപോലെ താളിയോലകളിലും മറ്റ് പ്രാചീന കയ്യെഴുത്ത് രേഖകളിലും നിന്ന് തുടങ്ങിയ എഴുത്ത്, അതിനോടനുബന്ധമായിട്ടുള്ള വളരെ ചുരുങ്ങിയ വായന. അവിടെ ഒരിക്കലും വായന ജനകീയമല്ല, വായനയ്ക്ക് ഒരു പോപ്പുലാരിറ്റി ഇല്ല. കുറച്ചു പേരുടെ കയ്യിൽ മാത്രമാണ് എഴുത്തും വായനയും ഉണ്ടായിരുന്നത്, ഒതുങ്ങിയിരുന്നത്. അത് സാധാരണക്കാരിലേക്കൊന്നും എത്തിയിരുന്നില്ല. അവിടെ നിന്ന് ഒരു കുറെ കാലത്തിന് ശേഷം, ഏതാണ്ട് ഒരു മധ്യകാലഘട്ടമാകുമ്പോഴാണ് എന്ത് വരുന്നത്? ലോക പുരോഗതിയുടെ ചരിത്രത്തിൽ തന്നെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തം ഉണ്ടായി. എന്തായിരുന്നു അത്? എന്തായിരുന്നു കണ്ടുപിടുത്തം? അച്ചടിയുടെ കണ്ടുപിടുത്തം അല്ലേ? ആരാ കണ്ടുപിടിച്ചത്? ഗുട്ടൻബർഗ്. അപ്പോൾ അച്ചടിയുടെ കണ്ടുപിടുത്തം. ഈ അച്ചടിയുടെ കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? എഴുത്തിന്റെ ഒരു പ്രതലം മാത്രമല്ലേ മാറുന്നുള്ളൂ. എന്താ? താളിയോലയിലൊക്കെ എഴുതിയിരുന്നത് എങ്ങോട്ടേക്ക് മാറി? അച്ചടിയിലേക്ക് മാറി, കടലാസിൽ പ്രിന്റ് ചെയ്ത രേഖകളിലേക്ക് മാറി എന്ന് മാത്രമല്ല ആ മാറ്റത്തെ നമ്മൾ കാണേണ്ടത്. അവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. എന്താണ് ആ മാറ്റം? നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പുസ്തകങ്ങൾ അല്ലേ, നൂറുകണക്കിന് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയൊരു മാറ്റമാണ്. എന്താണ് ഈ പുസ്തകങ്ങൾക്ക് ഇത്ര പ്രാധാന്യം? എന്താണ് പുസ്തകങ്ങൾക്ക് ഇത്ര പ്രാധാന്യം? ഇന്ന് നമുക്ക് ഓഡിയോ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും, അതുപോലെ ഇ റീഡിംഗ് ഉണ്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എല്ലാം ഉണ്ടല്ലേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലുകളിൽ തന്നെ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളൊക്കെ അസൈൻമെന്റ് ഒക്കെ അങ്ങനെയല്ലേ എഴുതാറ് അല്ലേ? ഇപ്പൊ തന്നെ നമുക്ക് ഒത്തിരി നോക്കാനായിട്ടുള്ള ഡീപ്സിക്ക് അതുപോലെ പോലുള്ള പെർപ്ലെക്സ് ഒക്കെ പോലുള്ള ഒത്തിരി മാധ്യമങ്ങൾ നമുക്ക് കണ്ടുപിടിച്ചപ്പോൾ ടീച്ചർ ഒരു അസൈൻമെന്റ് തന്നാൽ അപ്പൊ തന്നെ കൊടുക്കുക, കണ്ടുപിടിക്കുക, എഴുതുക അല്ലേ? ഇതിൽ എന്താണ് ആയാസം? നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ഭാവനയും നിങ്ങളുടെ ചിന്തയും പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ന് കരുതി പുസ്തകങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ സൗകര്യങ്ങൾ നമുക്ക് കൂടുന്തോറും മറ്റൊരു വശത്ത് എന്ത് സംഭവിക്കുന്നു? പുസ്തകങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലും അല്ലാതെ സ്വകാര്യമായിട്ടുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ ധാരാളം പുസ്തകങ്ങളും വായനയും ഇതിന് സമാന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പുസ്തകത്തിന് ഒരിക്കലും ഒരു അവസാനമോ ഒരു മരണമോ ഉണ്ടാകില്ല. അതിന്റെ കാരണം നേരത്തെ പറഞ്ഞ രീതിയിൽ താളിയോലയിൽ എഴുതിയിരുന്നത് കടലാസിലേക്ക് മാറ്റി എന്നുള്ള ഒരു പ്രതലമാറ്റം മാത്രമല്ല അവിടെ നടന്നത്. മറിച്ച് എന്തായിരുന്നു? മനുഷ്യന്റെ ജീവിതത്തെ തന്നെ നവീകരിക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തെ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ഒന്നായി എന്ന് മാറി. വായന മാറി. ഇപ്പൊ വായന ജനകീയമായി. വായന ജനകീയമായി. അത് മാത്രമല്ല, സ്ത്രീകൾക്ക് വായിക്കാനുള്ള, നമുക്കറിയാം വ്യവസായ വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണ് എന്ത്? നോവൽ എന്ന് പറയുന്നത് അല്ലെ? നോവലുകൾ ജനകീയമായതോടെ സ്ത്രീകളുടെ വായന ജനകീയമായി എന്നുള്ളതായിരുന്നു. അപ്പോൾ സാംസ്കാരികമായും സാമൂഹികമായും വ്യക്തിപരമായും പുസ്തകങ്ങൾ നമ്മളെ സ്വാധീനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ പുസ്തകങ്ങൾ ഉണ്ടാക്കിയ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ മാറ്റം എന്ന് പറയുന്നത് കേവലമായ സാങ്കേതിക വിദ്യയുടെ മാറ്റമല്ല, മറിച്ച് എന്താണ്? ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഞാൻ സമൂഹ ജീവിയാണ് എന്നുള്ള നിലയിലും തിരിച്ചറിയാനായിട്ട് പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? പുസ്തകങ്ങളായിരുന്നു അല്ലേ? പുസ്തകങ്ങൾ തരുന്ന ഒരു സ്പർശമുണ്ട്, ആ സ്പർശത്തിന്റെ ഒരു സുഗന്ധമുണ്ട് അല്ലേ? പേജുകൾ മറിക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോഴും ഓർക്കും. നിങ്ങൾക്ക് ആ ഒരു അനുഭവം ഉണ്ടോ എന്ന് അറിയില്ല അല്ലേ മാഷേ? ചൂട് വല്ലാതെ പറ്റുന്നില്ല. 1-2 മണിക്കൂർ ക്ലാസ് എടുക്കാൻ പറ്റും, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുന്നേ ഇല്ല.
ഓരോ തവണയും സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അന്നൊക്കെ ഉള്ള പരിമിതമായ സാഹചര്യങ്ങളാണ്. കുറച്ചു പേരെങ്കിലും ആ അനുഭവങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അടുത്തടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനമ്മമാർ ചിലപ്പോൾ പഴയ പുസ്തകങ്ങളായിരിക്കും കേട്ടോ, ആരെങ്കിലും പഠിച്ച പുസ്തകങ്ങളായിരിക്കും. ആ പുസ്തകങ്ങൾ നമുക്ക് ഈ ഒരു പുസ്തകത്തിന്റെ മണം തരില്ല. പക്ഷെ പുതിയ പുസ്തകങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. നമ്മൾ പഠിക്കുന്നോ ഇല്ലേ അത് വേറെ കാര്യം, പക്ഷെ ഈ പുതിയ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത്, അതിന്റെ പേജ് മറിക്കുക, ആ മണം സത്യം പറഞ്ഞാൽ വർഷങ്ങൾക്ക് ഇപ്പുറം പോലും ആ മണം നമ്മുടെ മൂക്കിലുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ പുസ്തകം തരുന്ന ഒരു മണവും അതായത് ഒരു ഭൗതിക വസ്തു എന്നുള്ള നിലയിൽ പുസ്തകം തരുന്ന ഒരു മണവും അതിന്റെ സ്പർശവും ഉണ്ട്. പിന്നെ മറ്റൊന്നെന്താണ്? ഏകാന്തമായ ഒരു വായനയ്ക്ക് പുസ്തകം നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതന്നെ നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്താ ഈ ഏകാന്തമായ വായന എന്ന് പറഞ്ഞാൽ? ഏകാന്തമായ വായന, പുസ്തകങ്ങൾ നമ്മൾ തനിച്ചാണ് വായിക്കുന്നത് അല്ലേ? മിക്കവാറും നമ്മുടെ പുസ്തകങ്ങൾ തനിച്ചാണ് വായിക്കുന്നത്. അപ്പൊ തനിച്ച് വായിക്കുമ്പോൾ നമ്മൾ അവിടെ വൈയക്തികമായ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലോകം നമുക്ക് അവിടെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നു. കുറച്ചു പേരൊക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് നമ്മുടേതായിട്ടുള്ള നമുക്ക് ഒറ്റയ്ക്കുള്ള ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കുന്നു. ഇവിടെ തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒന്ന്, വ്യക്തിപരതയിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തേത്, വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും സാധിക്കും. ഇത് രണ്ടും കൂടി എങ്ങനെ സംഭവിക്കുന്നു? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് എങ്ങനെ സാധിക്കാൻ പറ്റും? ഒരേ സമയം നമ്മൾ വ്യക്തി എന്നുള്ള നിലയിൽ ചുരുങ്ങുന്നു, അതേസമയം നമ്മൾ എന്താണ്, നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് സാർവലൗകികമായ അനുഭവത്തിലേക്ക് നമ്മൾ മാറുന്നു. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? കാൾ സാഗൻ എന്ന് പറയുന്ന പ്രപഞ്ച ശാസ്ത്രജ്ഞനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാൾ സാഗൻ കോസ്മോസിസ് എന്ന പുസ്തകം എഴുതിയ കാൾ സാഗനെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ പ്രപഞ്ചത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ അതീവ ലളിതമായി മനുഷ്യർക്ക് പറഞ്ഞു തന്ന പ്രപഞ്ച ശാസ്ത്രജ്ഞനാണ് ആര്? കാൾ സാഗൻ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വായനയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രശസ്തമായ ഒരു വാക്യമുണ്ട്. നിങ്ങൾ ഒരു പുസ്തകത്തിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിക്കുക, അപ്പോൾ നിങ്ങൾ എത്രയോ നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒരു പക്ഷേ 1000-ഓളം വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഒരു മനുഷ്യന്റെ ശബ്ദമായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. എന്താണ്? A glance at a book, you will hear the voice of another person. പുസ്തകത്തിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ, ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്താണ്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ശബ്ദമാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ, നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോഴത്തെ വയസ്സ് പറയും അല്ലേ? ഇന്നത്തെ തീയതി എത്രയാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഏതാ ദിവസം എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ എന്താ പറയുന്നത്? അല്ല, ഡേറ്റ് ഇന്നത്തെ ഏപ്രിൽ 23. ഏപ്രിൽ 23 എന്ന് മാത്രമാണോ പറയുന്നത്? ആണോ? 2026 ഏപ്രിൽ 23. ഏപ്രിൽ 23 എന്ന് പറയുന്നത് എല്ലാ വർഷത്തിലും ഉണ്ട് അല്ലേ? എല്ലാ വർഷത്തിലും ഉണ്ടല്ലോ ഏപ്രിൽ 23. ഇന്നത്തെ പ്രത്യേക ദിവസം എന്താണ്? 2026 ഏപ്രിൽ 23. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാലത്തിന് ഒരു ആധികാരികത കിട്ടണമെങ്കിൽ ഏതും കൂടെ ചേർത്ത് നമ്മൾ പറയണം, വർഷങ്ങൾ. ഈ 2026 വർഷവും നിങ്ങൾ ജീവിച്ചിരുന്നോ? നമ്മൾ ജീവിച്ചിരുന്നോ? ഇല്ല. നമ്മളൊക്കെ ജീവിക്കാൻ തുടങ്ങിയത് വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ അല്ലേ? പ്രത്യേകിച്ച് നിങ്ങളൊക്കെ, ഞങ്ങളൊക്കെ കുറച്ചും കൂടി ജീവിച്ചു അല്ലേ? അപ്പൊ ഈ 2026 ചേർത്ത് പറയാതെ, എന്നിട്ട് പോലും നിങ്ങൾ 2026 ചേർത്ത് പറഞ്ഞാലേ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെയൊക്കെ പ്രായം എത്രയാ? എവിടെ തുടങ്ങുന്നു? നമ്മുടെയൊക്കെ പ്രായം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എനിക്കറിയില്ല. 2026 മുതൽ തുടങ്ങിയാണ്. ആ ആദ്യത്തെ 1-ാമത്തെ വർഷം മുതൽ നമ്മുടെ
എന്താണ്? തുടക്കമല്ല. നേരത്തെ ഞാൻ പറഞ്ഞു എന്താ? തുടർച്ചയാണ്, കണ്ടിന്യൂറ്റിയാണ്. അല്ലേ? നമ്മുടെ പ്രായം ഇത്രയേ ഉള്ളൂവെങ്കിലും മനുഷ്യവംശ ചരിത്രത്തിന്റെ പ്രായം കൂടി ചേർത്തുകൊണ്ടേ നമുക്ക് നമ്മുടെ പ്രായം പറയാൻ പറ്റും. മനസ്സിലായോ നിങ്ങൾക്ക്? കൊച്ചുകുട്ടികളാണ് ഞാൻ പറയുന്നത്, മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഏപ്രിൽ 23 എന്നല്ല, 2026 ഏപ്രിൽ 23 എന്ന് നമ്മൾ എന്തിന് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രായം, നമ്മുടെ കാലം എന്ന് പറയുന്നത് ഈ വർഷം ആദ്യമായിട്ട് നമ്മൾ ഏത് വർഷം എവിടെ തുടങ്ങിയോ ആ തുടങ്ങിയ മുതൽ ഇതുവരെ ഉള്ളത് ചേർത്ത് പറഞ്ഞാൽ മാത്രമേ അതിന് ആധികാരികത ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനുഷ്യവംശത്തിന്റെ ഒരു തുടർ കണ്ണിയാണ്. ആ അത്രയും വർഷം പിന്നിലുള്ള ഭൂതകാലത്തിന്റെ തുടർച്ചയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുമ്പോൾ മാത്രമേ നമ്മളുള്ളൂ. അതാണ് നമ്മുടെ അസ്തിത്വം, നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ്? എവിടെയാണോ ജീവബിന്ദു തുടങ്ങിയത് അവിടെ മുതൽ ഇങ്ങോട്ടാണ് 2 ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങി എന്ന് പറയുന്ന നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസം തുടങ്ങുന്നു. മനസ്സിലായില്ലേ? അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മളൊക്കെ തന്നെ നമ്മൾ പറയാറില്ലേ, എന്താ, ഞാൻ ഏകാഗിയാണ്, ഞാൻ തനിച്ചാണ്, എനിക്ക് തനിച്ചിരിക്കുന്നതാണ് ഇഷ്ടം, അല്ലേ? ഞാൻ ലോൺലിനെസ് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നൊക്കെ പറയും. നിങ്ങൾക്ക് ഒരിക്കലും തനിച്ചിരിക്കാനാവില്ല. മനസ്സിലായില്ലേ? നമുക്ക് ഒരിക്കലും തനിച്ചിരിക്കാനാവില്ല. നമ്മൾ ഇരിക്കുന്നിടത്തെല്ലാം എന്തുണ്ട്? മനുഷ്യവംശത്തിന്റെ വലിയൊരു ചരിത്രം കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ആ ചരിത്രത്തെ ഒഴിവാക്കി, ആ ഭൂതകാലത്തെ ഒഴിവാക്കി നമുക്ക് ജീവിക്കാനായിട്ട് ആകില്ല. ഇതെല്ലാം നമുക്ക് പകർന്നു തന്നത് ആരാണ്? എന്താണ്? പുസ്തകങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് വ്യക്തിപരമായ അനുഭവത്തെ സാർവലൗകികമായ, സാർവജനീനമായ, സാർവകാലികമായ അനുഭവമാക്കി മാറ്റുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ചത് പുസ്തകങ്ങളാണ്. ഇപ്പൊ നോക്കൂ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ആസ്വദിക്കാനോ അഭിനമിക്കാനോ കഴിയാത്ത വികാരങ്ങളും വ്യക്തികളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കലയിലും പുസ്തകത്തിലും ആസ്വദിക്കാനായിട്ട് പറ്റും. നിങ്ങൾ കുമാരനാശാന്റെ കരുണ പഠിച്ചിട്ടുണ്ടോ? വാസവദത്ത നായികയെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ വാസവദത്ത? FIUGP കുഞ്ഞുങ്ങളായതുകൊണ്ട് ചിലപ്പോൾ അതൊന്നും പഠിക്കുന്നില്ലായിരിക്കും അല്ലേ? നല്ല സ്കൂളിലൊക്കെ അറിയാം. അപ്പൊ കുമാരനാശാനെ കേട്ടിട്ടുണ്ടോ? ആ കവി കേട്ടിട്ടുണ്ടോ? ഭാഗ്യം. കുമാരനാശാനെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ അദ്ദേഹത്തിന്റെ അവസാന കവിതയാണ് അവസാന കവിതയാണ് ഏത്? കരുണ. വീണപൂവ എന്ന കൃതിയിൽ തുടങ്ങി. അതിനു മുമ്പ് അദ്ദേഹത്തിന് കൃതികളുണ്ട്. പക്ഷേ വീണപൂവ എന്ന കൃതി കുമാരനാശാന്റെ കാവ്യ ലോകത്തെ 2 ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നു. അതുകൊണ്ട് കുമാരനാശാന്റെ യഥാർത്ഥ കാവ്യ ജീവിതം എന്ന് പറയുന്നത് വീണപൂവിൽ തുടങ്ങുന്നു എന്ന് നമ്മൾ പറയും. അവിടുന്ന് എവിടെ എത്തി നിൽക്കുന്നു? നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ തുടങ്ങിയിട്ടുള്ള കൃതികളിലൂടെ ഇവിടെ ചെന്ന് നിൽക്കുന്നു. കരുണയിൽ ചെന്ന് 1924 അദ്ദേഹം ആ കാവ്യം എഴുതുന്നത്. ആ കാവ്യത്തിന്റെ കയ്യെഴുത്തു പ്രതി, മാനുസ്ക്രിപ്റ്റ്, നാലുവരെ എഴുതിയല്ല, പേപ്പറിൽ എഴുതിയത്. അതിന്റെ കയ്യെഴുത്തു പ്രതിയുമായിട്ട് അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്താണ് ബോട്ടപകടത്തിൽ മരിക്കുന്നതും. പക്ഷേ ആ കയ്യെഴുത്ത് പ്രതി സുരക്ഷിതമായിട്ട് തന്നെ കിട്ടുകയും പിന്നീട് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, അതിലൊരു നായികയുണ്ട്, വാസവദത്ത എന്ന നായിക. ഈ വാസവദത്ത എന്ന നായിക ഉപഗുപ്തൻ എന്ന ബുദ്ധഭിക്ഷുവിനെ പ്രണയിക്കുന്നു. പക്ഷേ അവൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പറയുന്ന എന്താണ്, പച്ച മലയാളത്തിൽ നമ്മൾ പറയുന്ന വേശ്യാവൃത്തി നടത്തുന്ന ആ കാലഘട്ടത്തിലെ ഗണിക എന്ന് അഭിസംബോധന ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ്. മനസ്സിലായില്ലേ? വേശ്യയ്ക്കും പ്രണയമാകാം എന്ന് സ്ഥാപിക്കാനാണ്, കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാക്കിക്കറിഞ്ഞൂടാ, എന്ന് സ്ഥാപിക്കാനാണ് കുമാരനാശാൻ ഈ കാവ്യം എഴുതിയത്. അതിനുവേണ്ടി കൂടിയായിരുന്നു പ്രണയം. മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? അല്ലെ? അവർക്കും ഹൃദയമുണ്ട്, അവർക്കും പ്രണയിക്കാം. അതുപോലെ തന്നെ ഒരു സന്യാസിയും പ്രണയത്തിന് അതീതനല്ല എന്നും കൂടി അദ്ദേഹം അതിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതിരിക്കട്ടെ, നമ്മൾ പറയുന്നത് ഒരുപാട് പുരുഷന്മാരെ സ്വീകരിക്കുന്ന സ്ത്രീ, തിരിച്ചു അതിന് പേരില്ല കേട്ടോ,
സ്ത്രീക്ക് മാത്രമേ പേരുള്ളൂ. ഒരുപാട് സ്ത്രീകളെ സ്വീകരിക്കുന്ന പുരുഷന് പേരില്ല. ഒരുപാട് പുരുഷനെ സ്വീകരിക്കുന്ന സ്ത്രീക്ക് പേരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പേരുള്ള ഒരു സ്ത്രീ നമ്മുടെ ചുറ്റുപാടും ഉണ്ടെങ്കിൽ അവർ നമ്മൾ എങ്ങനെ നോക്കും? നമ്മൾ നല്ലതാണെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കില്ല. വേണമല്ലോ, തീർച്ചയായിട്ടും വേണം. അതല്ലേ ഞാൻ ഊന്നി പറഞ്ഞത്, വേണമല്ലോ. അല്ല, ആൺവേശ്യ എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, ആൺവേശ്യ എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ആൺവേശ്യ എന്നുള്ള പേര് കൃതികളിലേക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞൊന്നും വേറൊന്നുമല്ല. ശ്രദ്ധിക്കും കുട്ടികളെ, ഞാൻ പറഞ്ഞൊന്നും വേറൊന്നുമില്ല. നമ്മുടെ നിത്യജീവിതത്തിലെ അനുഭവങ്ങളിൽ ചിലത് മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ, പലതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതുപോലൊരു സ്ത്രീയെ നമുക്ക് നിത്യജീവിതത്തിൽ ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ കുമാരനാശാന്റെ വാസവദത്തയെ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. അതാണ് കല ഉണ്ടാക്കുന്ന, സാഹിത്യം ഉണ്ടാക്കുന്ന ഒരു മായിക വിദ്യ എന്നുള്ളത്, മായിക തന്ത്രം എന്നുള്ളത്. ഇപ്പോൾ ടോൾസ്റ്റോയുടെ അന്ന കരനീന ലോക പ്രശസ്ത നോവലാണ് അല്ലേ? എല്ലാ സന്തോഷത്തോടെയും സുഖത്തോടെയും കുട്ടികളുമായിട്ട് ജീവിച്ചിരുന്ന അന്നയ്ക്ക് വ്രോൺസ്കി എന്ന യുവാവുമായിട്ടുണ്ടായ പ്രണയവും പിന്നീട് ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിക്കാനിടയായ ആ ഒരു ദാരുണമായ അവരുടെ അന്ത്യവും അല്ലേ? നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ എന്ത് പറയും, എന്തെല്ലാം പേരിട്ട് വിളിക്കും അല്ലേ? പക്ഷേ അന്നയെ പോലെ ഒരു നായിക വിശ്വസാഹിത്യത്തിൽ വേറെ ഉണ്ടോ? നമ്മൾ അവരെ എത്ര സ്നേഹിക്കുന്നു അല്ലേ? എത്ര സ്നേഹിക്കുന്നു. അതുപോലെ ഫ്ലോവറിന്റെ മദാം ബൗറി എന്ന് പറയുന്ന നോവലിലെ നായിക, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. ഇപ്പൊ ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പൊ ഒരു മരണം, സിനിമയിൽ ഒരു മരണരംഗം ചിത്രീകരിക്കുന്നു. ഈ മരണരംഗം കാണുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കൂടെ കരയുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും നമ്മൾ എന്താ പറയുന്നത്? അവരെത്ര ഭംഗിയായിട്ട് അഭിനയിച്ചു ആ രംഗം എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? എത്ര നന്നായിട്ട് ആ രംഗം അവർ അഭിനയിച്ചു, അവർ ജീവിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലേ? പക്ഷേ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നിസ്സംഗമായിട്ട് മാറി നിന്ന് കൊണ്ട് അവരെ വിലയിരുത്താൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിലാണ് അങ്ങനെ ഒരു അനുഭവം വന്നതെങ്കിൽ അതാണ് കലയുടെ സ്വഭാവം. സിനിമ ഒരു കലയാണ്, സാഹിത്യം ഒരു കലയാണ്, ചിത്രരചന ഒരു കലയാണ്. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ എന്ന് ചോദിച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പ്രകടിപ്പിക്കാനും പ്രകടിപ്പിക്കാതിരിക്കാനും ഉള്ള വികാരങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. എല്ലാം ആസ്വദനീയമല്ല, എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അല്ലേ? എല്ലാറ്റിനോടും ഒരേ നിലയിൽ നമുക്ക് പെരുമാറാനും പറ്റില്ല. അങ്ങനെയുള്ള മനുഷ്യന്റെ ഈ ഒരു വൈകാരിക സമ്മർദ്ദത്തെ ലഘൂകരിക്കാൻ വേണ്ടിയുള്ളതാണ് നമുക്ക് കലകളെല്ലാം. കലയിൽ എല്ലാം ആസ്വദനീയമാണ്. അതുകൊണ്ടാണ് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പറഞ്ഞത് എന്താണ് നാട്യം? അവസ്ഥ അനുകൃതിർ നാട്യം. എന്താണ് അവസ്ഥ അനുകൃതിർ നാട്യം? എന്താ അവസ്ഥ? അവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ് അർത്ഥം. ജീവിതത്തിന്റെ അനുകരണമാണ് കല, നാട്യം. ഇത് തന്നെയാണ് മാത്യു ആർണോൾഡ് പറഞ്ഞത്. വാട്ട് ഈസ് പോയട്രി? പോയട്രി ഈസ് ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. ജീവിതമില്ലെങ്കിൽ എന്തില്ല? ഒരു കലയും ഇല്ല. ജീവിത നിരപേക്ഷമായ ഒരു കലയും മനുഷ്യന് ആസ്വദിക്കാനും കഴിയില്ല. ഇത് തന്നെയാണ് പുസ്തകങ്ങളും നമ്മളോട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പുസ്തകങ്ങളും നമ്മളോട് ചെയ്യുന്നത് കേവലം ഭൗതികമായ ഒരു വസ്തു എന്നതിലുപരി, അച്ചടിയിൽ നിന്ന് കടലാസിലേക്ക് പതിഞ്ഞ അക്ഷരങ്ങൾ എന്നതിലുപരി പുസ്തകം നമ്മളിൽ ഉണ്ടാക്കിയ ചില അവസ്ഥാവിശേഷങ്ങളുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ ഒരിക്കലും മാറാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി. പുസ്തകവും ഒരു കണ്ടുപിടുത്തമാണ്, എഴുത്തും ഒരു കണ്ടുപിടുത്തമാണ് അല്ലേ? പിന്നെ ഫിലോസഫേഴ്സ് പറയാറുണ്ട് ഭൂമി സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവമുണ്ടോ ഇല്ലയോ എന്നൊന്നും ആ തർക്കമൊന്നുമല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഫിലോസഫേഴ്സ് പറയുന്നതാണ് ഭൂമി സൃഷ്ടിച്ചത് ദൈവമാണ്, പക്ഷെ ലോകം സൃഷ്ടിച്ചത് ആരാ? മനുഷ്യനാണ്. എന്താണ് ഭൂമിയും ലോകവും തമ്മിലുള്ള വ്യത്യാസം? കുഞ്ഞുങ്ങളെ അറിയാമോ? രണ്ടും ഒന്നാണെന്നാണോ വിചാരം? അല്ല. ഭൂമിയും ലോകവും ഒന്നില്ല. എന്താ ലോകം എന്ന് പറഞ്ഞാൽ? ലോകം മനുഷ്യന് ജീവിക്കാൻ പറ്റിയ വിധത്തിൽ മനുഷ്യൻ നിർമ്മിച്ചെടുത്ത ഒന്നാണ്. സിനിമയ്ക്കുള്ളിലെ
സിനിമ എന്ന് പറയുന്നത് പോലെ ലോകത്തിനുള്ളിൽ നമ്മൾ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിനുള്ളിൽ നമ്മൾ സൃഷ്ടിച്ച മനുഷ്യൻ സൃഷ്ടിച്ച മറ്റൊരു പ്രപഞ്ചമാണ് എന്ത്? ലോകം അഥവാ വേൾഡ് എന്ന് പറയുന്നത്. എങ്ങനെയിരിക്കും അത്? നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ സൃഷ്ടിച്ചെടുത്ത ഒന്നാണ് എന്ത്? ലോകം. പുസ്തകങ്ങൾ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? പുസ്തകങ്ങൾ സൃഷ്ടിച്ചു തരുന്ന ഒരു വല്ലാത്തൊരു ലോകമുണ്ട്. ആ ലോകത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി കണ്ടെത്താൻ പറ്റും. നമ്മുടെ വൈയക്തികത, നമ്മുടെ വ്യക്തിത്വം, നമ്മുടേതായിട്ടുള്ള എല്ലാം നമുക്കതിൽ കണ്ടെത്തി നമുക്ക് ഒരു വ്യക്തിയായിട്ട് ഇരിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? നമുക്കൊരു വ്യക്തിയായിട്ട് ഇരിക്കാൻ പറ്റും. ഒരു വ്യക്തിയായിട്ട് ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സമൂഹ ജീവി ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ വ്യക്തികളുമാണ്. അല്ലെ? ആൾക്കൂട്ടത്തിൽ തനിയെ, അല്ലേ? ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത് സമൂഹ ജീവി ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ വ്യക്തികളുമാണ്. അതാണല്ലോ റൂസോ പറഞ്ഞത്. എന്താ? ഞാനൊരു പക്ഷെ നിങ്ങളെക്കാൾ കേവലല്ലായിരിക്കാം, പക്ഷെ ഞാൻ നിങ്ങളിൽ നിന്നും വ്യത്യസ്തനായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു പുസ്തകം, ഓരോ പുസ്തകത്തിന്റെ വായനയും എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 50 പേര് ഇവിടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കവിത തരികയാണ്. അതിനെക്കുറിച്ചൊരു വായിച്ചൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ. നിങ്ങൾ കോപ്പി അടിച്ചില്ലെങ്കിൽ എങ്ങനെയിരിക്കും? 50 ഇരിക്കും, അല്ലേ? 50 പേപ്പറായിട്ട് ഇരിക്കുമെന്നല്ല, 50 തരത്തിലായിരിക്കും ആ വായന എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രധാനമാണ് പുസ്തകങ്ങളെ സംബന്ധിച്ച്. കാരണം എന്താ? നിങ്ങളില്ലെങ്കിൽ അങ്ങനെ ഒരു വായനയെ ഈ ലോകത്തുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഓരോ പുസ്തകത്തെ സംബന്ധിച്ച് ഓരോ വ്യക്തിയും പ്രധാനിയാണ്. നമ്മുടെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. വായനയെ നമ്മുടെ പ്രാധാന്യം. നമ്മളില്ലെങ്കിൽ അങ്ങനെ ഒരു വായന ഇല്ല, ഇനി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ഓരോരുത്തരുടെയും വായന എന്ന് പറയുന്നത് ആ പുസ്തകത്തിന്റെ ഒരു സാഫല്യമാണ്. അങ്ങനെ ഒരു സാഫല്യം കൊടുക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർക്കുക. പുസ്തകം നമുക്ക് തരുന്ന 2 അവസ്ഥാവിശേഷങ്ങൾ. ഒന്ന് എന്ന് പറയുന്നത് എന്താ? ഏറ്റവും വൈയക്തികമായിട്ട് ചുരുങ്ങി അതിനകത്തിരിക്കാൻ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇരിക്കാൻ നമ്മളെ പുസ്തകം സഹായിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ഇത് നേരെ ഓപ്പോസിറ്റ്. എന്താണ്? സാർവലൗകികമായ ഒരു അവസ്ഥയിലേക്ക് അനുഭവങ്ങളെ മാറ്റാൻ പുസ്തകം നമ്മളെ സഹായിക്കുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇപ്പോ നിങ്ങൾ ശാകുന്തളം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ആരെഴുതിയ അഭിജ്ഞാന ശാകുന്തളം? കാളിദാസൻ എഴുതിയാണ്, അറിയാലേ? അഭിജ്ഞാന ശാകുന്തളത്തിലെ നായകനും ശകുന്തളയും ദുഷ്യന്തൻ, അല്ലേ? അപ്പൊ ശകുന്തളയും ദുഷ്യന്തനും അവരുടെ പ്രണയവും, ആ പ്രണയം ശകുന്തളയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ദുരന്തങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഇത് എന്ന് പറയുന്നത് കാളിദാസൻ എവിടെ നിന്ന് കൊണ്ടുവന്നേ? ഇത് അല്ല, ഓക്കെ, മഹാഭാരതം, ഇതിഹാസം, ഇതെല്ലാം എവിടുന്നാ കൊണ്ടുവരുന്നത്? ഈ കഥകളൊക്കെ ഭാവന നിർമ്മിതമാണല്ലേ? പക്ഷെ ഈ ഭാവന എങ്ങനെ നിർമ്മിച്ചെടുത്തു? നേരത്തെ ഞാൻ പറഞ്ഞു, ഭരതമുനി പറഞ്ഞൊരു കാര്യം, എവിടെ നിന്ന് നിർമ്മിച്ചെടുത്തു? അവസ്ഥാനുഗത നാട്യം എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ജീവിതം, ലൈഫ് അല്ലേ? ഒരു യുവതിയും യുവാവും തമ്മിലുള്ള പ്രണയം പേരൻസിന്റെ സമ്മതമോ താല്പര്യമോ അല്ലെങ്കിൽ അറിവില്ലാതെ നടന്നത്, അതിലുണ്ടാകുന്ന ദുരന്തം, അതിൽ ആ സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങൾ, അവൾ നേരിടുന്ന ദുരന്തം, അല്ലേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇത് ജീവിതത്തിൽ നിന്ന് അന്യമാണോ? ഇതിലേതെങ്കിലും അന്യമാണോ? ജീവിതം തന്നെയല്ലേ? അപ്പോ എഴുത്തുകാർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? എവിടെ നിന്നാണ് അവർ കരുക്കൾ ശേഖരിക്കുന്നത്? ജീവിതത്തിൽ നിന്നാണ്. ജീവിതത്തിൽ നിന്ന് ശേഖരിച്ച കരുക്കൾ ഭാവനയിലിട്ട് ഉരുക്കി അതിനെ എന്താക്കി മാറ്റുന്നു? സൗന്ദര്യാത്മകമാക്കി മാറ്റുന്നു. ഇനി എങ്ങനെ നമുക്കിത് ആസ്വദിക്കാൻ സാധിക്കുന്നത്? നമ്മളിത് കാണുമ്പോൾ നമ്മൾ കാണുന്നത് എന്തല്ല? ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും
പ്രത്യേക പ്രണയമല്ല. കണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തായി മാറുന്നു? നമ്മൾ തന്നെയായി മാറുന്നു. ഇതിനാണ് എന്ത് പറയുന്നത്? തന്മയി ഭവിക്കൽ എന്ന് പറയുന്നത്. തന്മയി ഭവിക്കൽ, അതായി മാറൽ. അങ്ങനെ അതായി മാറാൻ നമുക്ക് സാധിക്കുന്നത് കൊണ്ടാണ് എന്ത് നടക്കുന്നത്? ആസ്വാദനം നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതോടുകൂടി അപ്പോഴാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം വരുന്നത്. എന്താ? വ്യക്തിപരതയിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള അനുഭവങ്ങളെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? സാർവജനീനമായ അനുഭവങ്ങളായിട്ട്, യൂണിവേഴ്സൽ ആയിട്ടുള്ള അനുഭവമാക്കി മാറ്റാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആസ്വദിക്കാൻ പറ്റൂ. ഇത് എല്ലാ കലയുടെയും ഒരു കലയാണ്. എഴുത്ത് കലയാണ്, അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ സാഹിത്യം അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ പിന്നീട് നമുക്ക് പുസ്തകങ്ങൾ വേറെ എന്തൊക്കെ തരുന്നു? എന്തിന് പുസ്തകം വായിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ പറയുന്നതാണ് അറിവുണ്ടാക്കാൻ. എന്താ ഫിലോസഫർ എന്ന വാക്കിന്റെ അർത്ഥം? What is the meaning of philosopher? Philosophy എന്താ? ലവ് ഓഫ് വിസ്ഡം. എന്താണ്? ലവ് ഓഫ് വിസ്ഡം എന്നാണ്, ജ്ഞാനത്തോടുള്ള സ്നേഹം. ഫിലോസഫർ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താ? നോളജും വിസ്ഡവും തമ്മിലുള്ള വ്യത്യാസം എന്താ കുട്ടികളെ? എന്താണ് നോളജും വിസ്ഡവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു കാര്യത്തെ കുറിച്ച് പുതുതായിട്ട് നമുക്ക് അറിയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം അറിയുമ്പോൾ അതെന്താണ്? മനസ്സിലാക്കുമ്പോൾ അത് അറിവാണ്. ഇനി വിസ്ഡം എന്താ? ജ്ഞാനം എന്താ? ഡീപ്പായിട്ടുള്ള അറിവാണ്. എന്ത്? അവിടെ ഒരു ഇൻസൈറ്റ് ഉണ്ട്. അതെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സവിശേഷ സന്ദർഭങ്ങളിൽ അതിനെ പ്രയോഗിക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ അതെന്തായി മാറൂ? ജ്ഞാനമായി മാറും. അപ്പോൾ അറിവ് ലഭിക്കുന്നു, ജ്ഞാനം ലഭിക്കുന്നു. പിന്നെ എന്തൊക്കെയാ പ്രയോജനം? പുസ്തകം വായിക്കുന്നതിലൂടെ അറിവ്, ആ അറിവിനെ നമ്മൾ ജ്ഞാനമാക്കി മാറ്റുന്നു. പിന്നെന്താ? ചിന്ത, അല്ലേ? നമ്മുടെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഉണർവ്, ചിന്ത. ഇനി എന്താണ്? ഭാവന. മനസ്സിലായില്ലേ? അപ്പോ അറിവ്, ജ്ഞാനം, ചിന്ത, ഭാവന. പിന്നെന്താ? നമ്മുടെ വൈകാരികമായിട്ട് നമുക്കുണ്ടാകുന്ന, സാംസ്കാരികമായിട്ടും വൈകാരികമായിട്ടും നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇതൊക്കെ പുസ്തകങ്ങൾ നമുക്ക് തരുന്നു. ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. അല്ലേ? അപ്പോൾ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം മറ്റൊന്ന് എന്താണ്? ഒറ്റ പാരഗ്രാഫ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് താളിയോലയിൽ തുടങ്ങിയ നമ്മുടെ വായന, താളിയോലയിൽ തുടങ്ങിയ നമ്മുടെ എഴുത്ത് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ഈ താളിയോലയും താളിയോലയിൽ നിന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ഇടക്കണ്ണിയായിട്ട് ആണ് ഏത് നിൽക്കുന്നത്? അച്ചടി നിൽക്കുന്നത്. മനസ്സിലായില്ലേ? പുസ്തകങ്ങൾ ഈ രണ്ടു തരം ഭാവകത്വങ്ങളുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു കണ്ണിയാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഈ പുസ്തകങ്ങൾ ഉണ്ടാക്കിയ ഒരു മാറ്റം, ഒരു വിപ്ലവം എന്ന് പറഞ്ഞാൽ ബൈബിളിലെ വചനം നോക്ക്. ആദിയിൽ വചനമുണ്ടായി, ആദിയിൽ വചനമുണ്ടായി. വയലാർ എഴുതിയിട്ടുണ്ട് ആ വചനം. വചനം രൂപമായി. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മുടെ അഗ്നിയുടെ ചൂടിനെ കുറിച്ച് പറയും, അഗ്നിക്ക് ഉണ്ടാകാൻ ശേഷിയുള്ള നശീകരണ ക്ഷമതയെ കുറിച്ച് നമ്മൾ പറയും. പക്ഷേ ഇതിനെല്ലാം അപ്പുറമാണ് ഭാഷയ്ക്ക്, അറിവിന്, വാക്കിന്, വചനത്തിന് സൃഷ്ടിക്കാൻ കഴിയുന്ന സൃഷ്ടിയും സംരക്ഷണവും നാശവും. മനസ്സിലായില്ലേ? നിർമ്മിക്കാനും രക്ഷിക്കാനും നശിപ്പിക്കാനും ഏതിന് പറ്റും? ഭാഷയ്ക്ക് പറ്റും, പുസ്തകങ്ങൾക്ക് പറ്റും. സാമ്രാജ്യങ്ങളെ തകർക്കാനും മനുഷ്യ മനസ്സിനെ മാറ്റാനും, മനുഷ്യ മസ്തിഷ്കത്തോടല്ല മാംസത്തോടല്ല മനസ്സിലൂടെ കാവ്യഹൃദയം സംസാരിക്കൂ, പടവാളിനെക്കാളും വീണയ്ക്ക് വൈകാരിക പരിവർത്തനത്തെ മനസ്സിൽ തീർക്കാനാകൂ എന്ന് വയലാർ എന്ന മഹാനായ കവി എഴുതിയിട്ടുണ്ട്. ഇത്രയും മാത്രം ഞാൻ പറയുന്നു. പുസ്തകങ്ങളെ സ്നേഹിക്കുക, പുസ്തകങ്ങൾ വായിക്കുക. പുസ്തകങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. പുസ്തകം കേവലം ഒരു വസ്തു എന്നതിലുപരി നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരു അവയവത്തെ മുറിച്ചു മാറ്റാൻ പറ്റുന്നത് പോലെ
അത്രയും കഠിനമാണ് ഇത് മനുഷ്യ ജീവിതത്തിൽ നിന്ന് പുസ്തകങ്ങളെ അടർത്തി മാറ്റാൻ കഴിയുന്നത്. അതുകൊണ്ട് പുസ്തകങ്ങളെ സ്നേഹിക്കുക, വായിക്കുക, അതിൽ പ്രചോദിതരാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലോക പുസ്തക ദിനം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.